ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നോക്കുന്നത് GT2 മൊഡ്യൂൾ 4 ആണ്. കമ്പൈൻഡ് ഫൂട്ടിങ്സ്, റാഫ്റ്റ് ഫൗണ്ടേഷൻ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻസ്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഇപ്പോൾ ഫൂട്ടിംഗ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഫൗണ്ടേഷൻ്റെ ഒരു പാർട്ടാണ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ഇതിൽ സിംഗിൾ ഫൂട്ടിംഗ് നമുക്ക് എന്താണെന്ന് അറിയാം അല്ലേ. ഓരോ ഫൂട്ടിങ്ങും സിംഗിൾ കോളത്തിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് കമ്പൈൻഡ് ഫൂട്ടിംഗ്. കമ്പൈൻഡ് ഫൂട്ടിംഗ് സപ്പോർട്ട്സ് 2 കോളംസ്. ഓക്കെ, കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത് 2 കോളത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഏതൊക്കെ കണ്ടീഷൻസിലാണ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് കമ്പൈൻഡ് ഫൂട്ടിങ്സ് കൊടുക്കുന്നത് നോക്കാം. When a foundation is built close to an existing building or the property line. ഓക്കെ, അതായത് ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ മറ്റൊരു ബിൽഡിങ്ങിന് ചേർന്ന് അല്ലെ, എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിനോട് ക്ലോസ് ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ് ഒരു ഫൗണ്ടേഷൻ. അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ലൈൻ അല്ലെ, നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി ലൈനിന്റെ സൈഡിൽ, പ്രോപ്പർട്ടി ലൈനിന് ചേർന്ന് നമുക്കൊരു ഫൗണ്ടേഷൻ വരികയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കേസസിൽ നമുക്ക് എന്താണ്, ആ ഒരു കോളംസ് അല്ലെങ്കിൽ ആ ഒരു കോളത്തിന് ചുറ്റും നമുക്ക് എന്താണ്, ഫൂട്ടിങ്ങിൽ കുറച്ച് സ്പേസ് കൊടുക്കാൻ പറ്റത്തില്ല അല്ലെ. നമുക്കറിയാം, ഒരു കോളം വരികയാണെങ്കിൽ അതിന് ചുറ്റും ഫൂട്ടിങ്ങിൽ ഒരു സ്പേസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാത്രമേ അത് ഈക്വൽ ആയിട്ട് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് ഈ പ്രോപ്പർട്ടി ലൈൻസ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന്റെ നിയർ സൈഡ് കണ്ടീഷൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കേസസിൽ എന്താണ്, ഒരു എക്സെൻട്രിക് ലോഡിങ് ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലേ. ഇങ്ങനെ ഒരു എക്സെൻട്രിക് ലോഡിങ് വന്നാൽ അത് ആ ഒരു ഫൗണ്ടേഷൻ ടിൽറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് സംഭവിക്കാൻ ചെറിയൊരു ചരിവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കേസസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ എക്സ്റ്റീരിയർ കോളംസ്, നമ്മളൊരു ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ ബിൽഡിങ്ങിനകത്ത് കുറച്ച് കോളംസ് വരുന്നുണ്ട് അല്ലേ, അകത്ത് കുറെ കോളംസ് വരുന്നുണ്ട്. അതിന്റെ എക്സ്റ്റീരിയർ സൈഡ്സിലും അല്ലെ, അതിന്റെ ഒരു ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ബൗണ്ടറി ലെവലിലും ബൗണ്ടറി ലൈൻസിലും എന്താണ്, കോളംസ് വരുന്നുണ്ട്. അതാണ് എക്സ്റ്റീരിയർ കോളംസ് എന്ന് പറയുന്നത്. ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് വരുന്ന കോളംസ് ആണ് ഇന്റീരിയർ കോളംസ്, പുറത്ത് വരുന്നതാണ് എക്സ്റ്റീരിയർ കോളംസ് അല്ലെ. ഈ എക്സ്റ്റീരിയർ കോളംസ് അങ്ങേ എൻഡിലോട്ട് പോവുകയാണെങ്കിൽ അവിടുത്തെ ഫൂട്ടിങ് നമുക്ക് നേരെ കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ആ എക്സ്റ്റീരിയർ കോളത്തെയും തൊട്ടടുത്തുള്ള ഇന്റീരിയർ കോളത്തെയും കൂടെ കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു കമ്പൈൻഡ് ഫൂട്ടിങ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ആ ഒരു ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ആ ഒരു 2 കോളത്തിന്റെയും ലോഡ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, യൂണിഫോം ആക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു കമ്പൈൻഡ് ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് വേറൊരു കണ്ടീഷൻ അവർ പറയുന്നതാണ്, തേർഡ് പോയിന്റ് പറയുന്നത്, എ കമ്പൈൻഡ് ഫൂട്ടിങ് ഈസ് ഓൾസോ റിക്വയർഡ് വെൻ 2 ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് ഓവർലാപ്പ്. ഇപ്പൊ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു വരാൻ നേരത്തെ 2 ഫൂട്ടിങ്സ് വളരെ അടുത്തായി അല്ലെ, അത് ഓവർലാപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ വരികയാണ്. അപ്പൊ അങ്ങനെ വരാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം, അത് രണ്ടും 2 ഫൂട്ടിങ് ആയിട്ട് കൊടുക്കാതെ രണ്ടും കൂടെ ചേർത്ത് ഒരു കമ്പൈൻഡ് ഫൂട്ടിങ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മൾ എന്താണ് കമ്പൈൻഡ് ഫൂട്ടിങ് ആയിട്ട് കൊടുക്കുന്നത് റെക്ടാങ്കുലർ ഫൂട്ടിങ് ആയിരിക്കും. ഓക്കെ, റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിങ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലിരിക്കുന്ന ഫൂട്ടിങ് അതിന്റെ 2 എൻഡിലായിട്ട് അല്ലെങ്കിൽ 2 സൈഡിലായിട്ട് എന്തിരിക്കും, 2 കോളംസ് ഇരിക്കും. അപ്പോൾ ആ രീതിയിലായിരിക്കും റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിങ്ങിൽ നമ്മുടെ എക്സ്റ്റീരിയർ കോളവും ഇന്റീരിയർ കോളവും ഉണ്ട് അല്ലേ. ഇപ്പൊ ഇന്റീരിയർ കോളമാണ് കൂടുതൽ വെയിറ്റ് ഹോൾഡ് ചെയ്യുന്നത്, ഹെവിയർ ആയിട്ട് വരുന്നത്. ഓക്കെ, എക്സ്റ്റീരിയർ കോളം അത്രയ്ക്കും ഹെവി ആയിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കേസ് വന്നാലും നമ്മൾ അവിടെ റെക്ടാങ്കുലർ ഫൂട്ടിങ് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഇന്റീരിയർ കോളം ഹെവിയറും എക്സ്റ്റീരിയർ കോളം ലൈറ്റും ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും കൊടുക്കുന്നത്, റെക്ടാങ്കുലർ ഫൂട്ടിങ് തന്നെയായിരിക്കും കൊടുക്കുന്നത്. ജനറൽ കേസിലും റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിങ് ആയിരിക്കും കൊടുക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ഈ കേസിലും റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിങ് ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ എക്സ്റ്റീരിയർ കോളം അല്ലെ, നമ്മുടെ ആ ഒരു ഫൗണ്ടേഷനിൽ വരുന്ന എക്സ്റ്റീരിയർ കോളം ഹെവിയറും ഇന്റീരിയർ കോളം ലൈറ്ററും ആണെങ്കിൽ, ഓക്കെ, എക്സ്റ്റീരിയർ കോളം ഹെവിയറും ഇന്റീരിയർ കോളം ലൈറ്ററും ആയിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിങ് കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ കൊടുക്കുന്നതാണ് ട്രപ്പീസോയിഡൽ കമ്പൈൻഡ് ഫൂട്ടിങ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കുന്നത് കമ്പൈൻഡ് ഫൂട്ടിങ് സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്
റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ് ആൻഡ് ട്രപ്പിസോഡൽ കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഡിസൈൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസൈൻ സ്റ്റെപ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഈ രണ്ട് ടൈപ്പ് ട്രപ്പിസോഡൽ ആൻഡ് റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിങ്സ് എപ്പോഴേക്കാണ് കൊടുക്കുന്നത്, ഓക്കെ, അതിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ സൈഡ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന എന്താണ്, ആ ഒരു ഫൂട്ടിങ്ങിൻ്റെ സൈഡ്സ് ഡയമെൻഷൻസ് എല്ലാം അറിയുന്നതിന് വേണ്ടിയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് നോക്കുന്നത് റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഓക്കെ, അപ്പോൾ ഡിസൈൻ പ്രൊസീജിയർ പറയാം. അപ്പോൾ ആ ഒരു ഫിഗർ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതൊരു റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ്. അതിൻ്റെ പ്ലാനും തരുന്നുണ്ട്, ക്രോസ് സെക്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിങ്ങിൽ എൻ്റെ കമ്പൈൻഡ് ഫൂട്ടിങ്ങിൻ്റെ റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിങ്ങിൻ്റെ വിഡ്ത്ത് ബി ആണ്, ലെങ്ത് എൽ ആണ്. ഓക്കെ, അതിൽ രണ്ട് കോളം വരുന്നുണ്ട്. ഫസ്റ്റ് കോളം എന്താണ്, എക്സ്റ്റീരിയർ കോളം വരുന്നുണ്ട് ആൻഡ് ഇൻറ്റീരിയർ കോളം വരുന്നുണ്ട്. ഓക്കെ, എക്സ്റ്റീരിയർ കോളത്തിൻ്റെ ഡയമെൻഷൻ B1 × B1. ഓക്കെ, ഇൻറ്റീരിയർ കോളം വരുമ്പോൾ B2 × B2. ഓക്കെ, CG സെൻട്രോ ഗ്രാവിറ്റി കാണിക്കുന്ന ലൈനാണ്, CG നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ലോഡ്സ് ആണ്. ഓക്കെ, Q1 ആൻഡ് Q2 ലോഡ്സ് ആണ് രണ്ട് കോളത്തിൽ ആക്ട് ചെയ്യുന്നത്. നമ്മുടെ എക്സ്റ്റീരിയർ കോളത്തിൽ ആക്ട് ചെയ്യുന്ന ലോഡാണ് Q1. ഓക്കെ, ഇന്റീരിയർ കോളത്തിൽ ആക്ട് ചെയ്യുന്ന ലോഡ് Q2. ഈ രണ്ട് കോളംസ് തമ്മിലുള്ള എന്താണ് ഡിസ്റ്റൻസ് ആണ് x2 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ Q0 കൊടുത്തിട്ടുണ്ട്, Q കൊടുത്തിട്ടുണ്ട്, അതൊക്കെ എന്താണ് നമുക്ക് പറയാം. X ബാർ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ എന്താണെന്ന് ഓരോ സ്റ്റെപ്പിലായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് നോക്കുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് എത്രയാണ് അല്ലെ, ടോട്ടൽ കോളം ലോഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതാണ് Q എന്ന് പറഞ്ഞാൽ അല്ലെ, അത് നമ്മളെ കൊടുത്തേക്കുന്നത് സെൻട്രൽ കൊടുത്തേക്കും Q. ഓക്കെ, അത് സെൻട്രലാണോ അല്ലയോ എന്ന് അറിയേണ്ടത് ആ ലോഡിന്റെ ബേസിലായിരിക്കും അല്ലെ. Q1 Q2ന്റെ ഇന്റൻസിറ്റി ബേസിലാണ്, അത് സെൻട്രലാണോ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കും. അതിനാണ് X ബാർ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അത് പറയുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോഡ് Q ആക്ട് ചെയ്യുന്നു. Q = Q1 + Q2. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ ബേസ് ഏരിയ ഓഫ് ദ ഫൂട്ടിംഗ്. ഓക്കെ, ഫൈൻഡ് ദ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ ബിയും എല്ലും നമുക്ക് അറിയത്തില്ല അല്ലേ, അതൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് B × L കൊടുത്താൽ മതിയായിരുന്നു അല്ലേ. ബിയും എല്ലും മറ്റു ഡയമെൻഷൻസ് ഒന്നും നമുക്ക് അറിയത്തില്ല. ഓക്കെ, അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് A കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ബേസ് ഏരിയ ഓഫ് ദ ഫൂട്ടിംഗ്. A = Q, ക്യാപിറ്റൽ Q/QNA. QNA എന്ന് പറയുന്നത് അലോബിൾ സോയിൽ പ്രഷർ. ഓക്കെ, സോയിലിന്റെ അലോബിൾ പ്രഷറാണ് QNA എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയാമായിരിക്കും അല്ലേ. സോയിലിന്റെ എന്താണ് ബെയറിംഗ് കപ്പാസിറ്റി, അതാണ് സോയിലിന്റെ അലോബിൾ ബിയറിംഗ് പ്രഷർ എത്രയാണ് എന്ന് നമുക്ക് അറിയാമായിരിക്കും, QNA. സോ A = Q/QNA ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ ഏരിയ കിട്ടും. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് ലൊക്കേറ്റ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഓഫ് ദ കോളം ലോഡ്സ്. നമ്മൾ തൊട്ട് തന്നെ പറഞ്ഞില്ലേ, Q എന്ന് പറയുന്ന ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് എവിടെയാണ്. അപ്പോൾ അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ കണ്ടുപിടിക്കണം, അതായത് X ബാർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, X ബാർ = Q2 × X2/Q. Q2 എന്ന് പറയുന്നത് ഇന്റീരിയർ കോളത്തിൽ ആക്ട് ചെയ്യുന്ന ലോഡാണ്. X2 എന്ന് പറയുന്നത് രണ്ട് കോളംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോഡ്. സോ X ബാർ = Q2 × X2/Q. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് X ബാർ കിട്ടും. അപ്പോൾ നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നതാണ് ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത എന്താണ്, ഫൂട്ടിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. ഫൂട്ടിങ്ങിന്റെ ലെങ്ത് L = 2 × X ബാർ + B1/2. X ബാർ നമ്മൾ കണ്ടുപിടിച്ചു. B1 എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ കോളത്തിന്റെ ഡയമെൻഷൻ ആണ്, സൈഡ് ആണ് B1 എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ L = 2 × X ബാർ + B1/2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫൂട്ടിങ്ങിന്റെ ലെങ്ത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് B കണ്ടുപിടിക്കുക, വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ്. ഓക്കെ, B = A/L, ഏരിയ ബൈ ലെങ്ത്. ഏരിയ നമുക്ക് അറിയാം, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു അല്ലെ, ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ ബൈ ലെങ്ത് ചെയ്യുമ്പോൾ വിഡ്ത്ത് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയ കിട്ടി, ലെങ്തും
വിഡ്ത്തും കിട്ടി. ഓക്കെ, ലെങ്തും വിഡ്ത്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബേസിസിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, ഏരിയയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് ലെങ്തും വിഡ്ത്തും നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ വരാൻ നേരത്ത് റൗണ്ട് ചെയ്യും അല്ലെ, റൗണ്ട് ഓഫ് ചെയ്യും അല്ലെ. ഇപ്പൊ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇപ്പൊ 2.396 എന്നൊക്കെ പറഞ്ഞ ഒരു വാല്യൂ ആണ് വരുന്നതെങ്കിൽ നമ്മളത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരാൻ നേരത്ത് അത് റൗണ്ട് ഓഫ് ചെയ്യും അല്ലെ. അപ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടാവും. അപ്പൊ എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന തിയറിറ്റിക്കൽ ഏരിയയെക്കാളും കുറച്ച് കൂടുതലായിരിക്കും ആക്ച്വൽ ഏരിയ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പൊ ആ ആക്ച്വൽ ഏരിയയുടെ ബേസിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആക്ച്വൽ ഏരിയയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ആക്ച്വൽ പ്രഷർ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ആക്ച്വൽ ഏരിയയെ നമ്മൾ A0 ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലും ബിയും നമ്മൾ കണ്ടുപിടിക്കുകയാണ് അല്ലേ. എല്ലും ബിയും കണ്ടുപിടിച്ചു. അതിന്റെ ബേസിസിൽ നമ്മൾ ആക്ച്വൽ ഏരിയ, അപ്പൊ അത് റൗണ്ട് ഓഫ് ചെയ്ത ഏരിയ A0 നമുക്ക് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ബേസിസിൽ നമുക്ക് ആക്ച്വൽ പ്രഷർ Q0 കണ്ടുപിടിക്കാം. Q0 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q ബൈ A0. അപ്പൊ അതാണ് ഫിഗറിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, Q0 എന്ന് പറയുന്നത് ഇവിടെ യൂണിഫോം ആയിട്ട് ആക്ട് ചെയ്യുന്ന പ്രഷറാണ് Q0. Q0 ഈസ് ഈക്വൽ ടു Q ബൈ A0. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബേസിസിൽ അല്ലെ, ആക്ച്വൽ പ്രഷറിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ് എല്ലാം വരയ്ക്കാവുന്നതാണ് അല്ലേ. ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസും വരയ്ക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? കോളം ലോഡ്സിനെ കോൺസെൻട്രിക് ലോഡ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, സെൻട്രലിലോട്ട് ആക്ട് ചെയ്യുന്ന കോളം ലോഡ്സ് കോൺസെൻട്രിക് ലോഡ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയാണ് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമും വരയ്ക്കുന്ന എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ കോൺസെൻട്രിക് ലോഡ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ എടുത്തുകൊണ്ട് നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് ഓഫ് സീറോ ഷിയർ. ഓക്കെ, പോയിന്റ് ഓഫ് സീറോ ഷിയർ വരുന്ന സ്ഥലത്തെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഡിറ്റർമൈൻ ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ ഫേസ് ഓഫ് ദ കോളംസ്. ഓക്കെ, അതിന്റെ ഫേസിൽ സൈഡ്സിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുന്നു. ആൻഡ് ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ പോയിന്റ് ഓഫ് സീറോ ഷിയർ. ഓക്കെ, ഷിയർ 0 വരുന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ തിക്നെസ് ഓഫ് ഫൂട്ടിംഗ് ഫോർ ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ്. മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്ന ആ ഒരു പോയിന്റിലെ തിക്നെസ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് ആ മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ ബേസിൽ നമ്മൾ തിക്നെസ്സും കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് ഡെപ്ത് അല്ലെ. നമ്മൾ തിക്നെസ് കണ്ടുപിടിച്ചില്ല, നമുക്ക് L കിട്ടി, B കിട്ടി, അതിന്റെ തിക്നെസ് വേണം. ഓക്കെ, അപ്പൊ അതും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇതിന്റെ ബേസ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, ഇതെല്ലാം എന്താ ചെയ്തതെല്ലാം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി രണ്ട് ചെക്ക് വരുന്നുണ്ട്. ചെക്ക് ഫോർ ഡയഗണൽ ഷിയർ ആൻഡ് പഞ്ചിങ് ഷിയർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ചെക്ക് ഫോർ ബോണ്ട് അറ്റ് ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. ഓക്കെ, അപ്പൊ രണ്ട് ചെക്കും നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യുന്ന റെയിൻഫോഴ്സ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ്. ഡിറ്റർമൈൻ ദ ലോഞ്ചിറ്റ്യൂണൽ റെയിൻഫോഴ്സ്മെന്റ് ഫോർ ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, ആ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂ നമുക്കറിയാം. അതിന്റെ ബേസ് നമ്മൾ എന്താണ്? ലോഞ്ചിറ്റ്യൂണൽ റെയിൻഫോഴ്സ്മെന്റ് എത്ര കൊടുക്കണം എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ട്രാൻസ്വേഴ്സ് റെയിൻഫോഴ്സ്മെന്റിന്റെ ബേസ് നമ്മൾ എന്താണ്? വിഡ്ത്ത് B+D എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, assume a width B+D to take all the bending moment in the short direction, whereas B is the column side and D is the effective depth. ഓക്കെ, അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. തിക്നെസ്സിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ കറസ്പോണ്ടിങ് വരുന്ന ഡെപ്ത് ആണ് D ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിങ്ങിന്റെ ഡിസൈൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്റെ എക്സാമിന് ചോദിക്കുന്നത് ഇതിന്റെ സ്റ്റെപ്സ് ചോദിക്കാറുണ്ട്, ഇതിന്റെ ബേസിൽ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്സ് ചോദിക്കാൻ നേരത്ത് നിങ്ങൾ ആ ഫിഗർ എഴുതുക, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മളത് മെയിൻ ആയിട്ട് വരുന്നത് രണ്ട് ലോഡ് വരുന്നുണ്ട്. അതിൽ ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കുന്നു, പിന്നെ എക്സ് ബാർ കണ്ടുപിടിക്കുന്നു, പിന്നെ L ആൻഡ് B കണ്ടുപിടിക്കുന്നു, ഏരിയ കണ്ടുപിടിക്കുന്നു, പിന്നെ നമ്മൾ എന്താണ് റൗണ്ട് ഓഫ് ചെയ്ത് ആക്ച്വൽ ഏരിയ കണ്ടുപിടിക്കുന്നു, പിന്നെ Q0 കണ്ടുപിടിക്കുന്നു, പിന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നു, പിന്നെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കറസ്പോണ്ടിങ് ആയിട്ട് തിക്നെസ് കണ്ടുപിടിക്കുന്നു, പിന്നെ എന്താണ് ലോഞ്ചിറ്റ്യൂണൽ റെയിൻഫോഴ്സ്മെന്റ് ട്രാൻസ്വേഴ്സ് റെയിൻഫോഴ്സ്മെന്റ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ രണ്ട് ചെക്കും വരും. അപ്പൊ ഇങ്ങനെയാണ് എന്താണ് റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് ട്രപ്പിസോയിഡൽ ഫൂട്ടിംഗ്. ഓക്കെ, അപ്പോൾ ട്രപ്പിസോയിഡൽ ഫൂട്ടിങ്ങിൽ ഇത് ഓൾമോസ്റ്റ് സെയിം സ്റ്റെപ്സ് ആണ്, കുറച്ച് സ്റ്റെപ്സ് മാത്രമേ മാറും. ഇപ്പോൾ ട്രപ്പിസോയിഡൽ നമ്മൾ എന്താണ് പറഞ്ഞാൽ ട്രപ്പിസോയിഡൽ കൊടുക്കുന്നത് ഈ എക്സ്റ്റീരിയർ കോളം, നമ്മൾ പറയുന്ന ഈ എക്സ്റ്റീരിയർ കോളത്തിലാണ് കൂടുതൽ ലോഡ് ആക്ട് ചെയ്യുന്നത്. അതായത് ഈ Q1 എന്ന് പറയുന്ന ലോഡ് ആയിരിക്കും വലുത്. ഹെവിയർ ആയിട്ടുള്ള കോളം എക്സ്റ്റീരിയർ കോളം ആകുന്ന കണ്ടീഷൻസിലാണ് നമ്മൾ അവിടെ എന്താണ് ട്രപ്പിസോയിഡൽ ഫൂട്ടിങ് കൊടുക്കുന്നത്.
ഓക്കെ, അപ്പോൾ Q1 Q2 എന്ന് പറയുന്ന രണ്ട് കോളംസ് ഉണ്ട്, എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ കോളംസ് ആണ്. രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് x2 ആണ്. ഇന്റീരിയർ കോളത്തിന്റെ ഡയമെൻഷൻ B2 B2, എക്സ്റ്റീരിയർ കോളം B1 B1. ഓക്കെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ ഉണ്ടാവുന്ന ലൈൻ കാണിച്ചിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് എന്താണ്? ടോട്ടൽ ലോഡ് Q, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, LB, ഇവിടെ B അല്ല, രണ്ട് വിഡ്ത്ത് വരുന്നുണ്ട്, B1 ആൻഡ് B2, B1 ആൻഡ് B2 ആൻഡ് ലെങ്ത്. ഓക്കെ, ഇത്രയും ഡയമെൻഷൻസ് ആണ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ Q ആണ്. തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ടോട്ടൽ ലോഡ് Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2. ബേസ് ഏരിയ A ഈസ് ഈക്വൽ ടു Q ബൈ QNA, അലോവബിൾ ബെയറിംഗ് പ്രഷർ, അലോവബിൾ സോയിൽ പ്രഷർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് X ബാർ, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ടോട്ടൽ കോളം ലോഡ്. X ബാർ ഈസ് ഈക്വൽ ടു Q2 X2 ബൈ Q. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ അതേ കൺസെപ്റ്റ് ആണ്. ഓക്കെ, Q2 X2 ബൈ Q. അപ്പോൾ നമുക്ക് X ബാർ കിട്ടും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് L ആണ്. അതിവിടെ കൊടുത്തിട്ടില്ല. L നമ്മൾ എന്താണെന്ന് നേരത്തെ ഇക്വേഷൻ കൊടുത്തായിരുന്നു, സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. L ഈസ് ഈക്വൽ ടു 2 into X bar plus B1 by 2 എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെയാണ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ അഡീഷണൽ ആയിട്ട് എക്സ് ഡാഷ് എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. എക്സ് ഡാഷ് എന്ന് പറയുന്ന ടേം ഉണ്ട്. എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് B1 by B2. ഓക്കെ, ഡിസ്റ്റൻസ് ഔട്ടർ ഫേസ്, അതായത് എക്സ്റ്റീരിയർ കോളത്തിന്റെ ഔട്ടർ ഫേസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് B1 by B2. ഈ എക്സ് ഡാഷ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ നമുക്കൊരു കേസ് വരികയാണ്. ഇങ്ങനെ രണ്ട് ഫൂട്ടിങ്ങിന്റെ കേസ് വരികയാണ്, രണ്ട് കോളമിന്റെ കേസ് വരികയാണ്. ലോഡ് ഡിഫറെന്റ് ആയിട്ടുള്ള കോളം വരികയാണ്. അപ്പോൾ അവിടെ ഒരു ട്രപ്പീസോയിഡൽ ഫൂട്ടിങ് കൊടുക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഡിസൈൻ കറക്റ്റ് ആണോ, അവിടെ ട്രപ്പീസോയിഡൽ ഫൂട്ടിങ്ങിന്റെ ആവശ്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതിന് നമുക്ക് എക്സ് ഡാഷ് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ L ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലെ, ലെങ്ത് കണ്ടുപിടിച്ചു. L/3 ആൻഡ് L/2. L/3ക്കും L/2നും ഇൻ ബിറ്റ്വീൻ ആണ് എക്സ് ഡാഷിന്റെ വാല്യൂ വരുന്നതെങ്കിൽ എന്താണ് നമ്മൾ കൊടുത്തേക്കുന്നത് കറക്റ്റ് ആണ്. ട്രപ്പീസോയിഡൽ ഫൂട്ടിങ് റിക്വയർഡ് ആണ് അല്ലെ. ട്രപ്പീസോയിഡൽ ഫൂട്ടിങ് ഈസ് റിക്വയർഡ് ഇഫ് L/3 ലെസ് ദാൻ എക്സ് ഡാഷ് ലെസ് ദാൻ L/2. ഓക്കെ, അപ്പോൾ L/3ക്കും L/2നും ഇടയ്ക്കാണ് എക്സ് ഡാഷ് വരുന്നത് എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. ഓക്കെ, L നമ്മൾ കണ്ടുപിടിച്ചു. ഇഫ് എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു L/2, എ റെക്ടാങ്കുലർ ഫൂട്ടിങ് ഈസ് പ്രൊവൈഡഡ്. എക്സ് ഡാഷിന്റെ വാല്യൂ L/2 ആണെങ്കിൽ അവിടെ റെക്ടാങ്കുലർ ഫൂട്ടിങ് കൊടുക്കേണ്ട ആവശ്യമേ വരുന്നു. സെയിം ടൈം എക്സ് ഡാഷിന്റെ വാല്യൂ ലെസ് ദാൻ L/3 ആണെങ്കിൽ അവിടെ എന്താണ് കൊടുക്കുന്നത്? അവിടെ കമ്പൈൻ ഫൂട്ടിങ് അവിടെ റെക്ടാങ്കുലർ ഫൂട്ടിങ്ങും അല്ല ട്രപ്പീസോയിഡലും അല്ല, അവിടെ സ്ട്രാപ്പ് ഫൂട്ടിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് ഫൂട്ടിങ്ങിനിടയ്ക്ക് ഒരു സ്ട്രാപ്പ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനെയാണ് സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഡാഷ് കണ്ടുപിടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഡിറ്റർമൈൻ ദ വിഡ്സ് B1 ആൻഡ് B2 ഫ്രം ദ ഫോളോയിങ് റിലേഷൻസ്. നമുക്ക് ഫിഗറിൽ അറിയാം രണ്ട് വിഡ്ത്ത് വരുന്നുണ്ടല്ലേ, B1 ആൻഡ് B2. B1 B2 കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് പറയുന്നുണ്ട്. B1 പ്ലസ് B2 by 2 into L is equal to ഏരിയ. ഏരിയ നമുക്ക് അറിയാം അല്ലെ, എല്ലും അറിയാം അല്ലേ. അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് കിട്ടും, B2 B1 കിട്ടും. വേറൊരു റിലേഷൻ നമുക്കുണ്ട്, L/3 into B1 plus 2B2 divided by B1 plus B2 is equal to X. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ നിന്ന് B2 is equal to 2A by L into 3X dash by L minus 1. B1 is equal to 2A by L minus B2. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻസും പഠിക്കുക. അപ്പോൾ B1 ഉം B2 ഉം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് നമുക്ക് ഡയറക്റ്റ് കിട്ടുക. അപ്പോൾ അവിടെ നമുക്ക് B1 ഉം B2 ഉം കിട്ടി. ഓക്കെ, L കിട്ടി. അപ്പോൾ നമുക്ക് എന്താണ് ഡയമെൻഷൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ B1 ഉം B2 ഉം കിട്ടുകയാണെങ്കിൽ, ഓക്കെ, ഇതുവരെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം എന്താണ്? റെക്ടാങ്കുലർ ഫൂട്ടിങ് നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേ സ്റ്റെപ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, B1 B2 കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ തിയററ്റിക്കൽ ഏരിയ അറിയാം. അപ്പോൾ നമുക്ക് എന്താ റൗണ്ട് ഓഫ് ചെയ്യുന്ന ആക്ച്വൽ ഏരിയ കണ്ടുപിടിക്കുന്നു. പിന്നെന്താണ് ആക്ച്വൽ സ്ട്രെസ് കണ്ടുപിടിക്കുന്നു. പിന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, അതിൻ്റെ ബേസിസിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്ന പോയിന്റിൽ തിക്നെസ് കണ്ടുപിടിക്കുന്നു. പിന്നെ ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ റെയിൻഫോഴ്സ്മെന്റ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ എന്താ റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിൽ ചെയ്ത അതേ സ്റ്റെപ്സ് ആയിരിക്കും ഫോളോ ചെയ്യുക.
ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ് ആൻഡ് ട്രപ്പിസോഡൽ ഫൂട്ടിംഗ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്ന സ്റ്റെപ്സ് ആണ് നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സ്റ്റെപ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.